എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കിമിമാരുവിനെ കാണിക്കുന്നു. അവൻ കുട്ടപ്പന്മാരുടെ നടുക്ക് നിന്ന് ഇപ്പൊ ഒരു ഡാൻസ് തന്നെ കളിക്കാൻ പോകുന്നു. അപ്പൊ കുട്ടപ്പന്റെ ഒരുപാട് ക്ലൗൺസ് അവന്റെ മേത്തേക്ക് ചാടി വീഴും. എന്നിട്ട് അതും പോരാത്തതിന് കുട്ടപ്പനാവട്ടെ ഒരുപാട് നിഞ്ചാ ബ്ലേഡ് അവന് നേരെ എറിഞ്ഞു വിടും. വില്ലൻ അത് കാഷ്വൽ ആയിട്ട് തട്ടി രണ്ട് തുണ്ടമാക്കി കളയും. കുട്ടപ്പൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും തന്നെ നടക്കില്ല. കട്ട് ചെയ്താ ഇവിടെ വില്ലത്തിയാവട്ടെ അവള് ഹായ് ആയിട്ട് ഭീമൻ റവല്യൂഷൻ ഇപ്പൊ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ട് ഭ്രാന്തായിട്ടുള്ള ആ 3 മോൺസ്റ്റേഴ്സും ഇപ്പൊ നാറയ്ക്ക് നേരെ തിരിയും. അപ്പൊ നാറ അവനോട് തന്നെ പറയും, പൊന്നെ അവള് ടൂണ് മാറ്റി. അപ്പൊ 3 മോൺസ്റ്റേഴ്സും കൂടെ മെല്ലെ എഴുന്നേറ്റ് നാറയുടെ നേർക്ക് ചാടി വരുമ്പോ നാറക്കുട്ടൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് റെഡി ആയിട്ട് നിൽക്കും. നാറ ഒട്ടനെ മേലേക്ക് ഓടാൻ തുടങ്ങും. അവന്മാരാവട്ടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച അവരുടെ വാ പോലും പിളർന്നുകൊണ്ട് എന്തോ ഒരു പ്രത്യേക സാധനം ഇപ്പൊ നാരയുടെ പുറകെ അയക്കാൻ തുടങ്ങും. ആ സാധനം അത് സ്പീഡിൽ വന്ന് നാരയുടെ കയ്യിൽ കടിക്കുമ്പോ അവന്റെ ചക്ര പവർ അത് പതിയെ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ നാര അവൻ ടീം ലീഡറാണ്. അവൻ കറങ്ങി തിരിഞ്ഞ് അതിനെ അടിച്ചു തെറിപ്പിച്ച് ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കും. ഇനിയും വെറുതെ ഇരുന്നാല് അത് വലിയ അപകടമാണ്. ഇപ്പൊ നാറയാവട്ടെ അവന്റെ നിഞ്ചാ ബ്ലേഡ് എടുത്ത് ഇപ്പൊ അതിന് നേരെ വലിച്ചെറിയും. പക്ഷെ ആ സാധനം ഒരു ജെല്ലി പോലത്തതായതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് അതില് തട്ടി സിമ്പിളായിട്ട് പുറത്തേക്ക് പോകും. നാറ പേടിച്ചു നിൽക്കുമ്പോ ആ മോൺസ്റ്റേഴ്സ് അവർ ഓടി വരും. നാറ പെട്ടെന്ന് തന്നെ ഒരു സ്മോക്ക് ബോംബും പേപ്പർ ബോംബും വെച്ച് അവിടെ പൊട്ടിത്തെറിപ്പിക്കും. അവളിച്ചിരിക്കും. 2 ബോംബ് പൊട്ടിച്ചാൽ മാത്രം ഇവൻ രക്ഷപ്പെടുവോ? നാറ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരിടത്ത് സേഫ് ആയിട്ട് ഒളിച്ചിരിക്കും. പക്ഷേ നമ്മുടെ ആള് ഓൾറെഡി അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബോംബുകളും ഇപ്പൊ യൂസ് ചെയ്തു. അതുകൊണ്ടിനി തൽക്കാലത്തേക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് സേഫ് ആയൊരിടത്ത് ഒളിച്ചിരിക്കണമെന്ന് പറഞ്ഞ് അവൻ ആ ജെല്ലി പോലുള്ള സാധനത്തിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യാൻ ആരംഭിക്കും. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ബോഡിയില്ല. പക്ഷെ അത് ബൈറ്റ് ചെയ്ത് അവന്റെ ചക്ര പോയിന്റ്സ് തന്നെ ഇപ്പൊ അബ്സോർബ് ചെയ്യാണ്. ഒരുപാട് ബ്ലേഡ് വെച്ച് അറ്റാക്ക് ചെയ്തിട്ടും അതെല്ലാം തന്നെ അതിന്റെ ബോഡിയിലൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് പോയി. അവരുടെ ബോഡിക്ക് തീരെ വെയിറ്റ് ഇല്ല. മാത്രമല്ല ഇത് മെന്റൽ എനർജി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈസി ആയിട്ട് മറ്റുള്ളവരുടെ ചക്രാസ് കഴിക്കാൻ കഴിയുന്നത്. സോ വീണ്ടും നാറ അവന്റെ ചക്ര പോയിന്റ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരിത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. ടയൂയ അവളൊരു ഷിനോബിയാണ്. ഒരുപാട് സീക്രട്ട് ജിപ്സു അവളുടെ കയ്യിലും ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വൈറ്റ് കളറുള്ള സാധനത്തെ തട്ടിത്തെറിപ്പിച്ച് മോൺസ്റ്റേഴ്സിന്റെ കണ്ണിലും പൊടിയിട്ട് എത്രയും പെട്ടെന്ന് മെയിൻ ബോഡി ആയിട്ടുള്ള ടയൂയ അവളെ അറ്റാക്ക് ചെയ്ത് ഇവരെ എല്ലാവരെയും നശിപ്പിച്ചു കളയണം. പക്ഷേ അവളുടെ തൊട്ടടുത്ത് എത്തണമെങ്കിൽ അത് വളരെ പ്രയാസമാണ്. അതിനാദ്യമായിട്ട് ഷാഡോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ 3 മോൺസ്റ്റേഴ്സിനെയും തടഞ്ഞു വെക്കണം. പക്ഷെ അവര് ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് നടക്കൂ. ഇൻ കേസ് ഒരുത്തനെ മാത്രമായിട്ട് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി 2 പേരും നാറയുടെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും. മാത്രമല്ല അവളെ പിടിക്കാന്ന് വിചാരിച്ച അവളാണെങ്കിൽ ഉഷാറായിട്ട് അവരുടെ എല്ലാവരുടെയും ഇടയിൽ കൂടെ ഫ്ലൂട്ട് ഊതി നടക്കുകയാണ്. നാറ അവന്റെ ബാഗ് ചെക്ക് ചെയ്യും. അതിലിപ്പോ 12 കത്തി, ഒരു പേപ്പർ ബോംബ്, ഒരു സ്നോ ബോംബ്, 12 മീറ്റർ വയറ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവന്റെ കയ്യിലുണ്ടാവൂ. ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ നാറയാവട്ടെ അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും. തട്ടി ചെയ്താ ഇപ്പൊ കിബയാവട്ടെ അവന്റെ പട്ടിക്കുട്ടിയും കൊണ്ട് ആ പുഴയിലൂടെ നടന്ന് അക്കരെ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിബയ്ക്ക് അവൻ രക്ഷപ്പെട്ടോന്ന് പോലും ഇപ്പൊ അറിയാൻ കഴിയുന്നില്ല. അവന്റെ പട്ടിക്കുട്ടിക്ക് അതിനിപ്പോഴും ബോധം വീണിട്ടില്ല. അവനൊരു ഫുഡ് പില്ലെടുത്ത് അതിന്റെ വായിലിട്ട് കഴിക്ക്, ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പട്ടിക്കുട്ടിക്ക് അതിന് യാതൊരു അനക്കവും ഉണ്ടാവില്ല. അവൻ അതിനെ വീണ്ടും തലയിൽ വെച്ച് മുൻപോട്ട് നടക്കാനായിട്ട് ആരംഭിക്കും. ഇപ്പൊ കുട്ടപ്പനെ ആ കിമിമാരു തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ഡ്രമ്മിൽ നിന്ന് വീണ്ടും ഒരുപാട് പുക ഉയരാനായിട്ട് ആരംഭിക്കും. ഇവിടെ ടയൂയ ആവട്ടെ അവൾ ഓടക്കുടലെടുത്ത് വീണ്ടും ഊതിക്കൊണ്ടേയിരിക്കും. കാരണം ആ ഒരു ശബ്ദം കൊണ്ട് മാത്രമേ അവൾക്ക് ആ മോൺസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കൂ. നാറയാവട്ടെ അവന്റെ കത്തികൾ മുഴുവൻ പുറത്തെടുത്ത് ഇപ്പൊ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അതിലൊരു കത്തിയില് പേപ്പർ ബോംബ് ചുറ്റി അവരുടെ റിയാക്ഷൻ അറിയാനാണ് നാറ ആദ്യം തയ്യാറാവുക. പേപ്പർ ബോംബ് പൊട്ടുമ്പോ അവളാവട്ടെ ഈസി ആയിട്ട് രക്ഷപ്പെടും. നീ എന്തൊക്കെ ചെയ്താലും എന്റെ രോമത്തിൽ പോലും തൊടില്ല എന്ന് പറഞ്ഞ് അവളാവട്ടെ വീണ്ടും ആ ഫ്ലൂട്ട് ഊതിക്കൊണ്ടേയിരിക്കും. അപ്പൊ മോൺസ്റ്റേഴ്സ് അവന്റെ പുറകെ ഓടുമ്പോ നാറയാവട്ടെ വീണ്ടും പോയിട്ട് ഒളിച്ചിരിക്കും. പക്ഷെ ഫ്ലൂട്ട് ഊതുന്ന നമ്മുടെ വില്ലത്തിയുടെ തലയ്ക്ക് മേലെ വലിയൊരു ബോംബ് തന്നെ നമ്മുടെ നാറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടാതെ അവള് വീണ്ടും ഇപ്പൊ ഫ്ലൂട്ട് ഊതിക്കൊണ്ടേയിരിക്കും. അയോയ്ക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവില്ല. എന്താണ് നീ ചെയ്യണേ, നിനക്ക് വട്ടുണ്ടോന്ന് ചോദിക്കുമ്പോ
അപ്പൊ നാറയാവട്ടെ വില്ലന്മാരെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ മുൻപിൽ വന്ന് നിൽക്കും. നാറ ഓടിച്ചെന്ന് ആ ഒരു ബോംബ് അത് തട്ടിവിടും. അത് ആക്ച്വലി ഒരു ലൈറ്റ് ബോംബാണ്. അത് പൊട്ടുമ്പോ ഒരുപാട് വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിൽ നാറ അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ചുകൊണ്ട് 3 വില്ലന്മാരെയും ഈസി ആയിട്ട് ലോക്ക് ചെയ്യും. അതിന് വില്ലത്തി പെണ്ണ് വണ്ടറടിച്ച് ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ നാറ ക്യാഷ്വലായിട്ട് നിന്ന്, ഞാൻ നിന്റെ പാട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ നിന്റെ കമാൻഡ്സ്, നീ അവർക്ക് കൊടുക്കുന്ന കമാൻഡ്സ് അത് കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തു. മാത്രമല്ല നിന്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ആ മൂവ്മെന്റ്സ് അത് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കി. നിന്റെ മ്യൂസിക് അത് മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസമാണ്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടി ആ പാറ്റേൺ ഞാൻ കണ്ടുപിടിച്ചു. നിന്റെ ഫിംഗർ മൂവ്മെന്റ്സ് അതൊന്നൊന്നായിട്ട് ഞാൻ കാണാതെ പഠിച്ചു. ഇതുപോലെയല്ലേ നീ ഫിംഗർ മൂവ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ് ഓരോരോ മൂവ്മെന്റ്സ് ആയിട്ട് അവനിപ്പോ കാണിച്ചു കൊടുക്കും. എങ്ങനെ മൂവ് ചെയ്താ അവർ അറ്റാക്ക് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്താ അവര് ടേൺ ചെയ്യും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നാറ അവൾക്ക് കാണിച്ചു കൊടുക്കും. ഉടനെ അവൾ ഞെട്ടി എണീക്കും. ഇവനെങ്ങനെ മനസ്സിലായി ഇതെല്ലാം? അവക്ക് മനസ്സിലാവും 8ന്റെ പണി അത് കിട്ടിക്കഴിഞ്ഞുവെന്ന്. അവൾ വീണ്ടും ഫ്ലൂട്ട് എടുത്ത് അതിശക്തമായിട്ട് ഇപ്പൊ വായിക്കാനായിട്ട് ആരംഭിക്കും. പക്ഷേ മോൺസ്റ്റർമാർ ഓൾറെഡി ലോക്കിലാണെന്നുള്ള കാര്യം അവൾക്കറിയില്ല. അവൾ മുക്രിയിട്ട് വായിച്ചിട്ടും അവർക്ക് യാതൊരു അനക്കവും ഉണ്ടാവൂല. അവന്മാർ ഇളിച്ചോണ്ട് നിൽക്കുമ്പോ നമ്മുടെ പെങ്കൊച്ചിന് അവക്ക് കലി കേറി വരും. നാറ അവളുടെ മോൺസ്റ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവളെ തന്നെ അടിക്കാൻ റെഡി ആവുമ്പോ വില്ലത്തി പെണ്ണ് പറയും, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ മ്യൂസിക് കേട്ടവരാരും ഇന്നുവരെ ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിന്നെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലുമെന്നും പറഞ്ഞ് അവള് ചാടി വീണ് ആ 3 വില്ലന്മാരെയും ഞൊടിയിടയില് അവിടുന്ന് ഇല്ലാതാക്കി കളയും. നാറ കണ്ണു തുറന്ന് അടയ്ക്കുമ്പോഴേക്കും അവൾ അവരെ തട്ടിയിട്ട് ഇപ്പൊ കറക്റ്റായിട്ട് വീണ്ടും വന്ന് അതേ മരത്തിലിരിക്കും. അവള് ചിരിക്കും, നിന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലുന്നും പറഞ്ഞ് അവൾ അവന്റെ നേരെ ചാടാൻ നോക്കുമ്പോഴായിരിക്കും അവൾക്ക് അനങ്ങാൻ പറ്റില്ല. കാരണം ഞൊട്ടിയിടയില് നാറ അവളെയും അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തു. അവളുടെ പ്ലാന് ഓൾറെഡി നാറയ്ക്ക് ഏകദേശം മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളുടെ മൂവ്മെന്റ്സ് നോക്കിയിരുന്ന് ഇപ്പൊ കറക്റ്റായിട്ട് അവളെ പിടിച്ചു. നീ മോൺസ്റ്ററിനെ ഉപയോഗിച്ച് എന്നെ കണ്ടുപിടിക്കുമല്ലേടി? തീർച്ചയായിട്ടും എന്റെ കയ്യില് ഒരുപാട് പ്ലാൻ ഉണ്ട്. എന്റെ പ്ലാൻ ബി അത് വർക്കൗട്ടായി. എന്റെ കൈകൊണ്ടാണ് നിന്റെ മരണം എന്ന് പറയുമ്പോ അവളാവട്ടെ പേടിച്ചു വിറച്ചു നിൽക്കും. അവൾക്കുടനെ കാര്യം വഷളാകുന്നു മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ അവളുടെ പവർ സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അവളുടെ രൂപം അത് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും. നിന്റെ പ്ലാനിങ് അത് അടിപൊളിയാണ്, പക്ഷെ എന്റെ മുൻപില് അത് വിലപ്പോകില്ല എന്ന് പറയുമ്പോ അവളിപ്പോ വലിയൊരു മോൺസ്റ്ററായി തീർന്നിട്ടുണ്ടാവും. നാറ പേടിച്ചോടി വന്ന് കണ്ണു തള്ളി നോക്കി നിൽക്കുമ്പോ അവള് പതിയെ ആ ഒരു ഷാഡോ ജിപ്സുവിൽ നിന്ന് അവളുടെ കൈ അനക്കാൻ തുടങ്ങും. നാറ ടെൻഷനായിട്ട് ഇനി വേറെ ഒരു വഴിയില്ല, എത്രയും പെട്ടെന്ന് ആ ഒരു ജിപ്സു യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ജിപ്സു പുറത്തെടുക്കാൻ ആരംഭിക്കും. പതിയെ പതിയെ 2 കറുത്ത കൈകള് ഇപ്പൊ വില്ലത്തിയുടെ കഴുത്തിൽ വന്ന് അവളെ ഞെരുക്കി കൊല്ലാനായിട്ട് ആരംഭിക്കും. അവൾ അവളുടെ സർവ്വശക്തിയും എടുത്ത് ഇപ്പൊ വീണ്ടും ആ പുല്ലാങ്കുഴൽ ഊതാൻ തുടങ്ങും. എന്നിട്ട് കൂടുതൽ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ നാറയെ ദശ തിരിപ്പിക്കാൻ ശ്രമിക്കും. നാറ കത്തി വലിച്ചെറിയും, പക്ഷെ അത് മറ്റെവിടെയോ കൊണ്ടുകയറും. അവൾ ഊതും തോറും അവന്റെ ഷാഡോ ജിപ്സ് പോലും തകർന്ന് ഇപ്പൊ നാറയാവട്ടെ താഴേക്ക് വീടാൻ ആരംഭിക്കും. ഇത് മറ്റൊന്നുമല്ല, സാക്ഷാൽ ഗെഞ്ചിപ്സു ആണ്. അവനിപ്പോ അവന്റെ കൈയും കാലും ആരോ കെട്ടിയിട്ട പോലെ തോന്നും. മാത്രമല്ല അവന്റെ ബോഡി അത് അഴുകുന്നതായിട്ടും അവൻ ഇല്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒടുവില് നീ ഇപ്പോ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നീ ഇപ്പോ വെറും ഒരു എലിക്കുട്ടി മാത്രമാണെന്ന് പറയുമ്പോ നാറയാവട്ടെ നോ എന്നും പറഞ്ഞ് പേടിച്ചലറാൻ തുടങ്ങും. അവള് ചിരിച്ചിട്ട് നാറ വലിച്ചെറിഞ്ഞ അതേ കത്തിയുമായിട്ട് അവന്റെ തൊട്ടടുത്ത് പോയി നിൽക്കും. തീർച്ചയായിട്ടും അടുത്ത നിമിഷം തന്നെ ഞാൻ നിന്നെ കുത്തിക്കൊല്ലുമെന്ന് പറയുമ്പോ അവള് കത്തിയെടുത്ത് ക്ലോസ് എത്തിയ ഉടനെ നമ്മുടെ നാറയാവട്ടെ തല വെച്ച് അവക്കൊരൊറ്റ ഇടി. ആ ഇടിയില് അവളുടെ ഫ്യൂസ് പോയിട്ട് അവള് ഷോക്കായിട്ട് ഇതെങ്ങനെ സംഭവിച്ചു നോക്കുമ്പോഴായിരിക്കും നാറ അവന്റെ ഒരു കൈവിരല് ഇപ്പൊ ഒടിച്ചു വെച്ചതായിട്ട് കാണാം. പെയിൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗെഞ്ചിപ്സു ആ ബോഡിയിൽ വർക്ക് ചെയ്യില്ല. പക്ഷെ അവളുടെ കയ്യില് നാറയുടെ കത്തിയുണ്ട്. അത് വെച്ച് കുത്താനായിട്ട് ആഞ്ഞു വരുമ്പോ നമ്മുടെ ചെക്കനാവട്ടെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണ കറക്റ്റായിട്ട് അവള് ലോക്ക് ചെയ്യും. ഇതാണ് നാറ സ്റ്റൈൽ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അവൾക്കാവട്ടെ ഉത്തരം മുട്ടിപ്പോവും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ അവള് ഫ്ലൂട്ട് ഊതി അവന്റെ അടുത്ത് വരാൻ വേണ്ടി തന്നെയാണ് നാറ ആ ഒരു കത്തി തെറ്റായ ദിശയിലേക്ക് വലിച്ചെറിഞ്ഞത്. അവൾ അടുത്ത് വന്നപ്പോ അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കറക്റ്റായിട്ട് വീണ്ടും ലോക്ക് ചെയ്തു. അവൾ അവന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇപ്പൊ ഷാഡോ പവറിന് പവർ വളരെ കൂടുതലാണ്. നാറ ഇപ്പോ
അവന്റെ ഷാഡോ ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവളെ മുഴുവനായിട്ടും കൊല്ലാൻ പോകുമ്പോ ഇവിടെ കിബക്കുട്ടനാവട്ടെ അവന്റെ പട്ടയം തൂക്കിയെടുത്ത് ഒയ് ഹൊയ് ഒയ് ഹൊയ് എന്നും പറഞ്ഞ് വെള്ളത്തിൽ കൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.